ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു 6 പച്ചമുളക്, ഒരു ചെറിയ 2 പീസ് ഇഞ്ചി, 6-7 വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് മീനിൽ പുരട്ടാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി 2.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ്, പിന്നെ 2 ടേബിൾ സ്പൂണോളം വിനാഗിരി. ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമാണ്, സാദാ വെള്ളം. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മീനിൽ പുരട്ടാനുള്ള മസാല റെഡിയായി. അപ്പോൾ നമ്മൾ വിനാഗിരി ചേർത്തതിന് പകരമായിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അത് നമ്മുടെ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിന് ഉൾഭാഗത്തൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനൊരു 300 ഗ്രാം മീൻ എടുത്തിട്ടുണ്ട്. ഒത്തിരി മുള്ളില്ലാത്ത നല്ല ദശ കട്ടിയുള്ള ഏത് മീനായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ മീൻ നല്ലതുപോലെ മസാല എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ പുരട്ടി വയ്ക്കുക. ഇനി അത് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പം അത് നന്നായിട്ട് മസാല കയ്യിൽ പിടിക്കും. അപ്പോൾ അത് മാറ്റി വെച്ച സമയം കൊണ്ട് നമുക്കിനി റൈസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ചെറിയ പീസ് പട്ട, 2 പച്ചമുളക്, ഒരു 2 ബേ ലീഫ്, 2 തക്കോലം, പിന്നെ ഒരു 4-5 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതെല്ലാം നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഞാൻ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്, ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകി ഒരു 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് നമുക്ക് വെള്ളം വാർത്ത് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമില്ലാതെ നമ്മൾ നെയ്യിലേക്ക് റൈസ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്ക് ആ നെയ്യിലിട്ട് ആ റൈസ് ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ നെയ്യിലിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ റൈസ് പാകമായിട്ട് വരുന്ന സമയത്ത്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ, ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക വെള്ളം. അപ്പോൾ ഒരു പൊടി ഉപ്പ് കൂടുതൽ നിൽക്കണം നമ്മുടെ വെള്ളത്തിൽ. എന്നാൽ മാത്രമാണ് റൈസ് വെന്ത് വരുന്ന സമയത്ത് റൈസിന് കറക്റ്റായിട്ടുള്ള ആ ഒരു ഉപ്പ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഒത്തിരി ഉപ്പ് കൂടാൻ പാടില്ല, എന്നാൽ ഒരു പൊടി ഉപ്പ് വെള്ളത്തിൽ കൂടുതലായിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയം വരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഇപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് മൂടി വെച്ച് അടച്ച് നമുക്കത് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ അത് വെള്ളം വറ്റി വരുന്ന സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കണം. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഇതാ വറുത്തെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. ഒത്തിരി കരിഞ്ഞൊന്നും പോവരുത്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കത് വറുത്ത് കോരാം. പിന്നെ അതിൽ തന്നെ കുറച്ച് കാഷ്നട്ട് കൂടി ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഗാർണിഷിങ്ങിനായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15-20 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ റൈസൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കായി. അതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നന്നായി വറ്റി റൈസ് അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒട്ടിച്ചൊന്നുമില്ല, നല്ല കറക്റ്റ് വേവാണ്. നമ്മുടെ റൈസിൻ്റേത് കറക്റ്റ് വേവാണ്.
ഇനി നമുക്ക് റൈസ് അവിടെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ റൈസ് കണ്ടോ നല്ല കറക്റ്റായിട്ടാണ് വെന്ത് വന്നിട്ടുള്ളത്. വെള്ളമൊന്നും ഒട്ടും തന്നെ വെള്ളമില്ല അതിൽ. ഇനി നമുക്ക് അരമണിക്കൂറിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മീനെല്ലാം അതിനടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. അപ്പോൾ നമ്മൾ സവാള വറുത്തിട്ടുള്ള ആ സെയിം പാനിലെ എണ്ണയിലോട്ട് തന്നെയാണ് ഈ ഒരു മീനൊക്കെ ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു 3 കുറച്ച് വലിയ പീസായിട്ട് മീൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചെറിയ ചെറിയ പീസുകളും ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അത് നമുക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം കുറച്ച് കട്ടിയുള്ള പീസുകളായതുകൊണ്ട് തന്നെ അത് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ ഒരിത്തിരി സമയമെടുക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അത് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലാക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളിപ്പോൾ മീൻ വറുത്തിട്ടുള്ള സെയിം പാനിൽ തന്നെ മസാല റെഡിയാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ആ എണ്ണ എടുത്ത് മറ്റൊരു പാനിൽ മസാല റെഡിയാക്കി എടുത്താലും മതി. എണ്ണ കൂടുതലുണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ മസാല റെഡിയാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി എണ്ണ ആയി കഴിഞ്ഞാൽ മസാലയിൽ ഭയങ്കരമായിട്ട് എണ്ണ ഉണ്ടാവും. നമ്മൾ ദം ഇടുമ്പോൾ ചോറിലൊക്കെ ഭയങ്കരമായിട്ട് എണ്ണമേക്ക് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എണ്ണ മാറ്റിയിട്ട് അതിലേക്ക് ഒരു 3 സവാള കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ചേർത്തിട്ടുള്ള ആ മിക്സ് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൽ നമ്മൾ എക്സ്ട്രാ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. അത് മാത്രം ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. നമ്മൾ ഒത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഇത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കൂടുതലുണ്ടായിരിക്കും ഈ ഒരു മസാലയ്ക്ക്. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു വലിയ തക്കാളി മുഴുവനായിട്ടും ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് മസാലയായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് 1 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് അടച്ച് വയ്ക്കുമ്പോൾ ആ തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് വരും, വെന്തുടഞ്ഞ് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ച് അടച്ചിട്ട് 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുന്നത്. 1-2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഉടയാത്തതുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വലിയ പീസുകളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ചേർക്കുന്നില്ല. ചെറിയ പീസുകൾ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ വലിയ പീസുകളും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി ആ ചെറിയ പീസുകൾ നമ്മൾ മസാലയിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാലയൊക്കെ നമ്മൾ മീനിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ആ മസാലയ്ക്കായാലും ആ മീനിൻ്റെ നല്ലൊരു ഫ്ലേവർ വരാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ 3 പീസ് മീനും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫ്ലേവറൊക്കെ അതിലേക്ക് നന്നായി ഇറങ്ങാനും അതുപോലെ ആ മസാല അതിലേക്ക് കുറച്ച് പിടിക്കാനും ഒക്കെയാണ് നമ്മൾ അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ആ 3 പീസ് മീനും അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയും പുതിനയിലയും ചെറിയതായി കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് അതിന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെയാണ് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് ഉണ്ടാവുക. ഇനി അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ മീൻ മസാല ഫിഷ് മസാല റെഡിയായി. ഇനി നമുക്ക് ഇത് ദം ഇട്ടെടുക്കാം.
അപ്പോൾ നമ്മൾ റൈസ് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫിഷ് മസാലയും റെഡിയായി. ഇനി ഇത് രണ്ടും ചേർത്ത് നമുക്ക് അടിപൊളി ഫിഷ് ബിരിയാണി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിൽ നിന്ന് കുറച്ച് റൈസ് ഞാൻ എടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. ആദ്യം നമുക്ക് ഒരു ലെയറായിട്ട് മസാല ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ റൈസ് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെയർ ഇതുപോലെ റൈസ് ഇട്ടതിന് ശേഷം നമുക്ക് അതിന് മുകളിലായിട്ട് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ 3 വലിയ പീസ് ഫിഷും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മസാലയും അതുപോലെ ഫിഷിൻ്റെ ചെറിയ ചെറിയ പീസുകളും നമ്മൾ ആ ഫസ്റ്റ് ലെയർ റൈസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായി മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ മസാല നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലി പുതിനയില, ആ ഒരു മല്ലിയും പുതിനയിലയും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കുറച്ച് ഒരു പിടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മല്ലിയും പുതിനയിലയും കട്ട് ചെയ്തതും അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂ നട്ടും പിന്നെ നമ്മുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനിൻ്റെ പീസുകളും വെച്ച് കൊടുത്ത് മൂടി വെച്ച് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മൂടിക്ക് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫിഷ് ബിരിയാണി അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞു. ആ ഫിഷിൻ്റെ മസാലയൊക്കെ ആ റൈസിലേക്ക് ഇറങ്ങി നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഫിഷ് ബിരിയാണി ഇരിക്കുന്നത്. ഇനി ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതൊരുപോലെ ഒരു ബൗളിൽ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ടും അതുപോലെ കുറച്ച് മല്ലിയും പുതിനയിലയും പിന്നെ സവാളയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് സൈഡിലായിട്ടും അതുപോലെ സെൻറ്ററിലായിട്ടും ഓരോ പീസ് ഫിഷും കൂടി വെച്ചിട്ട് നമ്മുടെ റൈസ് അതിന് മുകളിലേക്ക് മസാലയും മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് സെർവ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഒരു ബൗളിൽ നമുക്കൊരു പ്ലേറ്റിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ബൗളിൽ ഇങ്ങനെ റൈസും അതുപോലെ മസാലയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള റൈസ് ഇട്ട് കൊടുത്തു. പിന്നെ ഫസ്റ്റ് നമ്മൾ കാഷ്യൂ നട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി ആ ബൗൾ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ കമിഴ്ത്തിയിട്ട് ആ ബൗൾ എടുത്ത് കഴിയുമ്പോൾ നല്ല സെറ്റായിട്ട് നമ്മുടെ ബിരിയാണി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി മസാലക്കുത്തൊന്നുമില്ലാത്ത അടിപൊളി ബിരിയാണി റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.